ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എൻ അരുൺ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ കേൾക്കാമോ? ഈ ആർട്ടറി ഫോസെപ്സ് ഇപ്പോൾ ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കത്രികയല്ല എന്ന് മനസ്സിലാവുന്നു. അതിന്റെ ഉപയോഗം എന്താണ് എന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ് ഇത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 50 വർഷമൊക്കെ ഈ ശരീരത്തിനകത്ത് വന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ പറയുന്നത് കേട്ടതാണ് കഴിഞ്ഞ ദിവസം. എന്താണ് ഡോക്ടർ ഇതിന്റെ ഒരു നിജസ്ഥിതി? അല്ല, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഫോറിൻ ഒബ്ജക്റ്റും ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. പല കേസുകളിലും പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് കേസുകൾ ലോക ശാസ്ത്ര ജേണലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുത്തതാൽ നന്നായി. അത് പൊട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതിന് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പൊട്ടിയതാണോ അല്ലെങ്കിൽ പൊട്ടിയിട്ട് തന്നെ അവിടെ ഇരിക്കുകയായിരുന്നോ നമുക്കറിയില്ല. നമ്മൾ ആ കണ്ട എക്സ്റേയില് പൊട്ടിയ മാതിരി തോന്നിയിരുന്നില്ല. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോ എന്തായാലും അത് എടുത്തത് നന്നായി. ഞാൻ വിചാരിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. രോഗിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ, എന്താണ് ഈ ആർട്ടറി ഫോസെപ്സിന്റെ ഒരു ഉപയോഗം എന്താണ് ശരിക്കും? ആർട്ടറി ഫോസെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ട് ചെറിയ ചെറിയ രക്തക്കുഴലുകളൊക്കെ പൊട്ടുമല്ലോ. അപ്പൊ അത് അവിടെ പിടിക്കാനാണ് ആർട്ടറിയെ പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രക്തക്കുഴലിനെ പിടിച്ചിട്ട് അവിടെ ബ്ലീഡിങ് നിർത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. രണ്ട്, അത് ഒരിക്കലും ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാത്ത തീരെ ബ്ലണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. കത്രിക മാതിരിയല്ല. ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാത്ത ബ്ലണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അത്. ആർട്ടറി ഫോസെപ്സ് പല സ്ഥലത്ത് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അവിടെ ഘടിപ്പിച്ച് വെക്കുവാണ്, ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതെന്താണ് അത് എങ്ങനെയാണ് അത് ഒരു മെറ്റാലിക് ബോഡിയാണോ, മെറ്റലാണോ, എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സാധനമാണ് അത്. അവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു 8 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ ഒക്കെ നീളം വരുന്ന, അതായത് നമുക്ക് ചെറിയ സ്കെയിലിന്റെയും താഴെ നീളം അവിടെ നമുക്ക് ഘടിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു സർജറി തുടങ്ങുമ്പോൾ ബ്ലീഡ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ഘടിപ്പിച്ച് വെക്കും. അത് കഴിഞ്ഞ് സർജറി കഴിയാറാകുമ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അപ്പോഴേക്കും ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും. എവിടെയെങ്കിലും ബ്ലീഡിംഗ് വന്നിട്ടില്ലെങ്കിൽ വല്ല ഫ്യൂച്ചറിൽ തുന്നൽ വേണമെങ്കിൽ തുന്നും. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് പുറത്ത് വെക്കും. അപ്പൊ ഓരോന്നായിട്ട് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ടുള്ള എണ്ണം നോക്കിയിട്ടില്ലെങ്കിലാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 7 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അത് അങ്ങനെ തന്നെയാണോ? അതെ. സാധാരണ ഒരു 7-8 9 സെന്റിമീറ്റർ ആണ്. 7 എന്ന് പറയുമ്പോൾ ഉള്ളിൽ വളരെ ചെറിയൊരു സാധനമാണ്. 9 കുറച്ചുകൂടി വലിപ്പമുള്ളത്. 7 സെന്റിമീറ്റർ അതിലും ചെറിയൊരു സാധനം. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യമാണ്. അതൊരു കത്രികയല്ല, ആർട്ടറി ഫോസെപ്സ് ആണ്. പക്ഷെ അത് ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് ഒരു ഡോക്ടർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഒരു ഫോറിൻ ബോഡിയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഏതൊരു ഫോറിൻ ബോഡി ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി ഉണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് എന്ന് തന്നെയാണ്. ഇതിപ്പോൾ 5 വർഷമായി അവർ ഈ തീരാദുരിതം അനുഭവിക്കുകയാണ്. അത്രമേൽ വേദന അവർ ഈ കഴിഞ്ഞ 5 വർഷമായി അനുഭവിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ പിഴവും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്തുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടാതെ പോയത്? ഒരുപാട് തവണ അവർ ആശുപത്രി കയറി ഇറങ്ങിയതാണ്. അപ്പോഴൊന്നും ഇത് ഡോക്ടേഴ്സിന് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതിനെന്തായിരിക്കാം കാരണം, ഡോക്ടർ എൻ അരുൺ? അല്ല, നമ്മള് ഒരു സർജറി കഴിഞ്ഞാൽ വളരെ വളരെ അത്യപൂർവമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരു സർജറി കഴിഞ്ഞ ഒരാളില് വേദന എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല. നമ്മൾ അതാത് രോഗലക്ഷണങ്ങളെ വെച്ച് ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ട് ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതായിരിക്കും ഉണ്ടായിരിക്കും. എത്ര പ്രാവശ്യം ആരൊക്കെ കണ്ടു ഡോക്ടർ? എങ്കിലും നമ്മുടെയൊക്കെ ഒരു കോമൺ ഡൗട്ടാണ് ഡോക്ടർ. 5 വർഷമായി അവർ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ എത്ര ട്രീറ്റ്മെന്റിന് ശേഷവും വേദന പോകുന്നില്ല, മാറുന്നില്ല എങ്കിൽ ഈ എക്സ്റേ ഒക്കെ എടുക്കാം. നേരത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ 5 വർഷത്തിന് ഇപ്പോഴാണ് മറ്റൊരു ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറയുമ്പോൾ ആ എക്സ്റേയിലാണ് ഇത് പതിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഡോക്ടർ. അതെ, അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിനിക്കൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളൊന്നും ആരെ കണ്ടുവെന്നും കൃത്യമായിട്ട് അറിയാതെ നമ്മൾ അതിലൊരു കമന്റ് ചെയ്യുന്നില്ല. ഒരു പക്ഷെ ശരിയാണ്, അതിന്റെ ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എക്സ്റേ എടുത്താൽ കാണുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ആർക്കും പെട്ടെന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത സാധാരണ ഉണ്ടാവില്ല. കാരണം ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 ഒരു കേസിലല്ലേ ഇങ്ങനെ വലിയ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം മിസ് ചെയ്തത്. ഡോക്ടർ, വളരെ വളരെ കോമൺ ആയിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം, ഈ ഫോസെപ്സ്, ആർട്ടറി ഫോസെപ്സ് ശരീരത്തിനകത്ത് ഉണ്ടായതുകൊണ്ട് മുറിവുകളോ മറ്റു പ്രശ്നങ്ങളോ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തീർത്തു പറയാൻ ഡോക്ടർ എൻ അരുൺ തയ്യാറാമോ? ഇല്ല, പറയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടായ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാത്ത കേസുകളും ഉണ്ട്. അപ്പൊ ഉണ്ടാവണം നിയമമില്ല, പക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് കണ്ടാൽ നമ്മൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഒരിക്കലും പറയില്ല. ഇരുത്തി തന്നെ വേണം. പിന്നെ
അതിന്റെ ചുറ്റും ഏത് സ്ഥലത്താണ് ഇരിക്കുന്നതെന്നും എടുക്കുമ്പോൾ കുറച്ചും അവയവങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം നോക്കിയിട്ട് വളരെ സൂക്ഷിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്ന് രോഗി ഇനി സുഖപ്പെടും, ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.